ഡൊമിനിക് സാവിയോ 1842 ഏപ്രിൽ 2 വടക്കൻ ഇറ്റലിയിലെ റിവ എന്ന ഗ്രാമത്തിൽ ഡൊമിനിക് ജനിച്ചു. ചാൾസ് പിതാവ്, ബ്രിജിത്ത സാവിയോ അമ്മ. പരിശുദ്ധനായ ഈ ബാലന് ലോകത്തിലധികം ജീവിക്കാൻ തിരുമനസ്സുണ്ടായില്ല. 1857 മാർച്ച് 9 15-കാരനായ ഡൊമിനിക് സാവിയോ ഈ ലോകം വിട്ടുപോയി. 1954 ജൂൺ 12 ഡൊമിനിക് സാവിയോയെ വിശുദ്ധനെന്ന് പ്രഖ്യാപിച്ചു. ദൈവത്തിൻ്റെ കൂടുതൽ മഹത്വത്തിനായി എത്രയും ചെറിയ കാര്യങ്ങൾ ചെയ്ത വിശുദ്ധനാണ് വിശുദ്ധ ഡൊമിനിക് സാവിയോ. ഞങ്ങൾ ആരംഭിക്കുന്നു സൗമ്യ നക്ഷത്രം. മകനെ ഡൊമിനിക്കേ, ഡൊമിനിക്ക് നീ എവിടെ പോയി? ഞാനിവിടെ ഉണ്ട് മമ്മ. മോൻ അവിടെ എന്ത് ചെയ്യുന്നു? രാത്രി ജപമാണ് മമ്മ. കഴിഞ്ഞു, ദാ വരുന്നു. മമ്മ എന്നെ കാണാതെ പേടിച്ചോ? എന്തിനു പേടിക്കുന്നു? ഞാൻ മമ്മയുടെയും പപ്പായുടെയും അനുവാദം കൂടാതെ പുറത്തെങ്ങും പോകാറില്ലല്ലോ. അതില്ല, അത് മമ്മയ്ക്കും പപ്പയ്ക്കും നന്നായി അറിയാം. പിന്നെ രാത്രി ജപത്തിന് മാറിയിരുന്നപ്പോ ഞാൻ മമ്മയോട് ചോദിച്ചില്ല. അതിനൊന്നും പ്രത്യേകം അനുവാദം ചോദിക്കണ്ടെന്ന് മമ്മ തന്നെ പറഞ്ഞിട്ടുണ്ട്. പ്രഭാത ജപം, രാത്രി ജപം, ത്രികാല ജപങ്ങൾ, ആഹാരത്തിന് മുമ്പുള്ള പ്രാർത്ഥനകൾ, ഇതൊന്നും ഞാൻ മുടക്കാറില്ല. കർത്താവിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ഒന്നും മുടക്കരുതെന്ന് മമ്മയും പപ്പയും എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതെ, ദൈവമായ കർത്താവാണ് നമ്മുടെ നിത്യരക്ഷകൻ. അവൻ സ്നേഹസ്വരൂപനാണ്. അവനാണ് ഈ ലോകത്തെയും ലോകത്തിലുള്ള എല്ലാത്തിനെയും സൃഷ്ടിച്ചത്. നമുക്ക് ഈ ജീവിതം തന്നത് അവനാണ്. അപ്പോൾ അവനെയല്ലേ നമ്മൾ ഏറ്റവും അധികം സ്നേഹിക്കേണ്ടത്? അതേ മമ്മ. നമുക്കെല്ലാം തന്നുകൊണ്ടിരിക്കുന്ന ലോകരക്ഷകനായ കർത്താവിനോട് നമ്മൾ എങ്ങനെയാ നമ്മുടെ നന്ദി അറിയിക്കേണ്ടത്? നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തണം, സ്തുതിക്കണം, പാടി പുകഴ്ത്തണം, പ്രാർത്ഥിക്കണം. അതുമാത്രം മതിയോ? പോരാ. പിന്നെ എന്തു വേണം? ദൈവം കൽപ്പിച്ചതുപോലെയൊക്കെ നമ്മൾ ജീവിക്കുകയും വേണം. മിടുക്കൻ. ദൈവം കരുണാമയനാണ്. അപ്പോൾ നമുക്ക് കരുണയുണ്ടായിരിക്കണം. ദൈവം സ്നേഹനിധിയാണ്. അപ്പോൾ നമുക്ക് സ്നേഹമുണ്ടായിരിക്കണം. ദൈവം പൂർണ്ണ വിശുദ്ധിയുള്ളവനാണ്. അപ്പോൾ നമുക്ക് വിശുദ്ധിയും ഉണ്ടായിരിക്കണം. വിശുദ്ധിയും പ്രകാശവും ഉള്ളിടത്തേ ദൈവം ഇരിക്കൂ. അപ്പോൾ നമ്മുടെ ഹൃദയവും ശരീരവും വിശുദ്ധിയുള്ളതായിരിക്കണം, പ്രകാശമുള്ളതായിരിക്കണം. മനസ്സിലായോ? മനസ്സിലായി. പപ്പയും അമ്മയും പറഞ്ഞു തരുന്ന കാര്യങ്ങളെല്ലാം ഞാൻ മനസ്സിൽ സൂക്ഷിച്ചു വെക്കും. ഒന്നാമതായി സൂക്ഷിച്ചു വെക്കേണ്ട കാര്യം അതല്ലല്ലോ. അത് ദൈവഭക്തിയല്ലേ മമ്മ? അതൊരിക്കലും എന്റെ ഹൃദയത്തിൽ നിന്ന് പോകുകയില്ല. ഞാൻ എന്റെ കർത്താവിനെ മനസ്സിൽ കാണുന്നുണ്ട്. പപ്പ. മകനെ. പ്രിയപ്പെട്ട പപ്പ, പപ്പ വല്ലാതെ ക്ഷീണിച്ചല്ലോ. എനിക്ക് സങ്കടമുണ്ട് പപ്പ. പപ്പ എനിക്ക് വേണ്ടി ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ട്. പപ്പയ്ക്കും അമ്മയ്ക്കും ആരോഗ്യം തരാനും ഞാൻ നല്ല കുട്ടിയാകാനും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അങ്ങനെയൊന്നും പറഞ്ഞ് പപ്പയെ വേദനിപ്പിക്കരുത്. ദൈവം എനിക്ക് തന്ന നിധിയാണ് നീ. നിന്നെപ്പോലൊരു മകനെ എനിക്ക് തന്നതിന് ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു. നീ ചെറിയ കുട്ടിയാണ് മോനെ. ഇത്തരം വലിയ കാര്യങ്ങളൊന്നും ഓർത്ത് നീ ഇപ്പൊ ഭാരപ്പെടേണ്ട. പപ്പയുടെയും അമ്മയുടെയും കഷ്ടപ്പാടുകൾ കാണുമ്പോ ആ കഷ്ടപ്പാടുകൾക്കൊരു സന്തോഷവും സംതൃപ്തിയും ഉണ്ട് മോനെ. അത് ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ്, കടമയാണ്. ഞങ്ങൾ മാത്രമല്ല, ലോകത്തിലുള്ള എല്ലാ മാതാപിതാക്കളും ഇത്തരം ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നവരാണ്. നിന്നെക്കുറിച്ച് ഞങ്ങൾക്ക് നല്ല മതിപ്പാണുള്ളത്. നീ ഞങ്ങൾക്ക് എപ്പോഴും സമാധാനവും സന്തോഷവും തന്നുകൊണ്ടേയിരിക്കുന്നു. ഇതിന് കാരണം എന്താണെന്ന് വെച്ചാ മോനെ, നിന്റെ ഈ ദൈവഭക്തി അത് ഞങ്ങളെ സന്തോഷിപ്പിക്കുന്നു. ഒരു സന്തോഷവാർത്ത കൂടിയുണ്ട് നിങ്ങളോട് പറയാൻ. വരുന്ന ഞായറാഴ്ച നിന്റെ ആദ്യ കുർബാനയാണ്. എല്ലാം തീരുമാനിച്ചോ? തീരുമാനിച്ചു. ഞാൻ പള്ളിയിൽ ചെന്ന് വികാരിച്ചനെ കണ്ടിട്ടാ ഇപ്പൊ വരുന്നത്. എന്റെ കർത്താവേ. ഡൊമിനിക്, എന്താ മകനെ നീ ആലോചിക്കുന്നത്? ഞാൻ ആ സുദിനത്തെ കുറിച്ച് ഓർക്കുകയായിരുന്നു പപ്പ. അടുത്ത ഞായറാഴ്ച ഞാൻ ആദ്യ കുർബാന സ്വീകരിക്കും. അതിനു മുമ്പ് എന്റെ കുറ്റങ്ങളും കുറവുകളും നിങ്ങൾ എന്നോട് ക്ഷമിക്കണമേ. ഭാവിയിൽ ഞാൻ നന്നായി പെരുമാറിക്കോളാം. ഞാൻ നന്നായി പഠിക്കാൻ ശ്രമിക്കും. ക്ലാസ്സിൽ ഞാൻ ശ്രദ്ധാലുവായിരിക്കും. കൂടുതൽ ആദരവും
അനുസരണയും ഉള്ളവനായിരിക്കും. പപ്പയും അമ്മയും പറയുന്ന എല്ലാം ഞാൻ ചെയ്യും. എന്റെ മകനെ, ആദ്യ കുർബാനയോടനുബന്ധിച്ച് ഞാൻ ചില പ്രതിജ്ഞകൾ എടുക്കുന്നു. എന്തൊക്കെയാണ് മോനെ? ഞാൻ അടുക്കൽ കുമ്പസാരിക്കും. കുമ്പസാരക്കാരൻ അനുവദിക്കുന്നതിനനുസരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിക്കും. പിന്നെ കടമുള്ള ദിവസങ്ങൾ ഞാൻ വിശുദ്ധമായി ആചരിക്കും. പിന്നെ ഈശോയും മറിയവും എന്റെ സ്നേഹിതന്മാരായിരിക്കും. ഇനി പാപത്തേക്കാൾ ഭേദം മരണം. കർത്താവേ, കർത്താവേ, എന്റെ പരിശുദ്ധി അമ്മേ, എന്റെ ഹൃദയം ഞാൻ അമ്മയ്ക്ക് തരുന്നു. അത് എന്നും നിന്റേതായി സൂക്ഷിക്കണമേ. ഈശോ മറിയമേ, എന്റെ സ്നേഹിതരായിരിക്കണമേ. ആയിരത്തി 1852 സാവിയോ കുടുംബം മോണ്ടോനോയോയിലേക്ക് താമസം മാറ്റി. ഡൊമിനിക് പൗരോഹിത്യത്തെ ഉദ്ദേശിച്ച് ചൂരലുള്ള ബോസ്കോയുടെ ഓറച്ചറിയിൽ ചേർന്നു. ഓറച്ചറിയിൽ കൂട്ടുകാർ തമ്മിലുണ്ടാകുന്ന വഴക്കുകളും പിണക്കങ്ങളും ഡൊമിനിക് സമാധാനത്തിൽ അവസാനിപ്പിച്ചിരുന്നു. പഠനത്തിൽ സാമർഥ്യമില്ലാത്തവരെ ഡൊമിനിക് സഹായിച്ചിരുന്നു. ഓറച്ചറിയിൽ വന്നപ്പോൾ ക്ഷീണിതഗാത്രനായിരുന്ന ഡൊമിനിക് ഓറച്ചറിയിലെ 3 കൊല്ലത്തെ ജീവിതം കൊണ്ട് ഒന്നുകൂടി ക്ഷീണിതനായി. ഡോൺ ബോസ്കോയുടെ ഒരു സ്നേഹിതൻ, പ്രശസ്തനായ ഒരു ഡോക്ടർ വല്ലവരെ കുട്ടിയെ പരിശോധിച്ചിട്ട് പറഞ്ഞു, ഡൊമിനിക്കിന്റെ ജീവിത രീതി മാറുന്നത് നല്ലതായിരിക്കുമെന്ന്. വളരെ മനസ്താപത്തോടെ അവൻ സ്വഭവനത്തിലേക്ക് തിരിച്ചു വന്നു. അവിടെ മരണത്തിനുള്ള ഒരുക്കമായിരുന്നു. മമ്മ, എന്താ ഇത്? കരയുകയായിരുന്നു അല്ലേ? കരയുന്നത് എന്തിനു മമ്മ? നമ്മൾ നമ്മുടെ സ്വന്തം വീട്ടിലേക്ക് പോകുന്നതിന് എപ്പോഴും സന്തോഷിക്കുകയല്ലേ വേണ്ടത്? മകനെ, കർത്താവിന്റെ സന്നിധിയിൽ ഇരിക്കുന്നതിനപ്പുറം എന്തെങ്കിലും സന്തോഷം നമുക്കുണ്ടോ മമ്മ? നമ്മളെല്ലാവരും ഈ ലോകത്തേക്ക് വിരുന്ന് വന്നവരാ. വിരുന്നുകാർ എന്നും ഇവിടെ നിൽക്കുന്നതിൽ എന്തെങ്കിലും ഔചിത്യമുണ്ടോ? വിരുന്നുകാർ പോയേ പറ്റൂ. നിത്യഭവനത്തിൽ ജീവിച്ചേ പറ്റൂ. അവിടെ നമ്മുടെ പരമകാരുണികനായ ദൈവമുണ്ട്. മകനെ, നീ ഇങ്ങനെയൊക്കെ പറയുമ്പോ എന്റെ ഉള്ളം തകരുകയാണ്. മനുഷ്യരുടെ രീതിയിലൊക്കെ ചിന്തിച്ചാൽ അല്പം വിഷമമൊക്കെ ഉണ്ടായേക്കാം. എന്നാൽ അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. മമ്മ ഒന്ന് ആലോചിച്ചു നോക്കൂ. ഞാനിത് മമ്മയെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറയുന്ന വാക്കുകളല്ല. ഈ പ്രപഞ്ചമുണ്ടായ കാലം മുതൽ എത്രയോ വിരുന്നുകാർ ഈ ഭൂമിയിലേക്ക് വന്നു, തിരികെ പോയി, ഇപ്പോഴും വരികയും പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അതുപോലെ ഞാനും പോകും, മമ്മായും പോകണം. അത് ദൈവത്തിന്റെ നിയമമാണ്. ദൈവത്തിന്റെ നിയമം പാലിക്കണമെന്നല്ലേ മമ്മ എന്നോട് പറഞ്ഞിട്ടുള്ളത്? അതെ. വന്നവരെല്ലാം ഒരിക്കലും തിരിച്ചു പോകാതെ പുതിയവരൊക്കെ വന്നുകൊണ്ടിരിക്കുകയും ചെയ്താൽ ഈ പ്രപഞ്ചത്തിന്റെ നില എന്താകും? അതും അമ്മ ചിന്തിച്ചിട്ടുണ്ടോ? മകനെ, കർത്താവേ, എന്റെ കുഞ്ഞിന് കുറച്ചുകൂടി ആയുസ് നീട്ടിക്കൊടുക്കണമേ. ബ്രിജിത്ത, ഡൊമിനിക് എവിടെ? പ്രാർത്ഥനയ്ക്കായി അകത്തേക്ക് പോയി. ഇതാ പലതരം പഴവർഗ്ഗങ്ങളാണ്, ഡൊമിനിക്കിന് കൊടുക്കും. എനിക്കിത് താങ്ങാനാവുന്നില്ല. ഞാൻ ഈ സങ്കടങ്ങളെ എങ്ങനെ നേരിടും? എന്താണ് ബ്രിജിത്ത? നമ്മുടെ മോൻ, അവൻ മരണത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളിലാണ്. മാനസികമായി അതിന് തയ്യാറായിക്കൊണ്ടുള്ള പ്രാർത്ഥനകളിലുമാണ്. ഞാനും അതറിയുന്നു ബ്രിജിത്ത. എന്തു ചെയ്യാൻ കഴിയും? ഈ പ്രതിസന്ധികൾക്ക് മുമ്പിൽ ഞാനും നിസ്സഹായനായി നിൽക്കുന്നു. കർത്താവിനെ വിളിച്ച് വിലപിക്കുന്നു. കഴിവതും നീതിമാനായി ജീവിച്ച ഒരാളാണ് ഞാൻ. പിന്നെ എന്തുകൊണ്ട് ഈ ദൈവകോപം? ഇത് ദൈവകോപമല്ല, ദൈവ നന്മയായിട്ടാണ് അവൻ പറയുന്നത്. ദൈവം അവന് ചെയ്യുന്ന ഉപകാരമായിട്ടാണ് അവൻ അവന്റെ ദ്രോഹത്തെ കാണുന്നത്.
അവൻ ജ്ഞാനിയാണ്. അതുകൊണ്ടാണ് അവൻ അങ്ങനെ ചിന്തിക്കുന്നത്. അവൻ്റെ മനസ്സ് നിറയെ പ്രകാശമാണ്, ദൈവം കൊളുത്തിയ പ്രകാശം. അതുകൊണ്ടാണ് ഡൊമിനിക്ക് സന്തോഷത്തോടെ മരണത്തെ സ്വീകരിക്കാൻ തയ്യാറെടുക്കുന്നത്. അവന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഡോക്ടർ നിർദ്ദേശിച്ചത് വിശ്രമം മാത്രമാണ്. എന്നിട്ടും അവൻ പ്രാർത്ഥനകളൊന്നും മുടക്കുന്നില്ല. ആ പപ്പ വന്നോ? ആ, വന്നു മോനെ. എന്താ മമ്മ ഇത്? പപ്പ മോന് വേണ്ടി കൊണ്ടുവന്നതാ. പലതരം പഴങ്ങളാണ്. ഞാൻ സ്നേഹനിധികളും നല്ലവരും നിഷ്കളങ്കനുമായ മാതാപിതാക്കളുടെ ഏകപുത്രനായി ഈ ഭൂമിയിലേക്ക് വന്നു. വാർദ്ധക്യകാലത്ത് അവർക്ക് ആശ്രയമാകേണ്ടയാളായിരുന്നു ഞാൻ. എന്നാൽ ആ ചുമതല കർത്താവ് ഏറ്റെടുത്തിരിക്കുന്നു. കർത്താവിന് എന്നെ ഏറെ ഇഷ്ടമായത് കാരണം എത്രയും പെട്ടെന്ന് എന്നെ തിരികെ കൊണ്ടുപോകുവാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ഹിതമല്ലല്ലോ, അവിടുത്തെ ഹിതമല്ലേ നടപ്പാകേണ്ടത്. ഞാൻ സന്തോഷപൂർവ്വം അത് സ്വീകരിക്കുന്നു. മമ്മ, പപ്പ, നമുക്ക് പ്രാർത്ഥിക്കാം. അനശ്വരനായ ദൈവമേ, കരുണാസമ്പന്നനായ ഞങ്ങളുടെ കർത്താവേ, ഈ അണ്ടകടാഹങ്ങളെ സൃഷ്ടിച്ചവനെ, ഞങ്ങളുടെ സംരക്ഷകനെ, നിനക്ക് സ്തുതി. ഞങ്ങളുടെ തെറ്റുകളെല്ലാം പുറത്തും സഹിച്ചും നീ ഞങ്ങളെ രക്ഷിച്ചു. നിന്റെ കൃപ എത്രയോ വലുത്. അവിടുത്തെ കൽപ്പനകൾ പാലിക്കുന്നവർ, പൂർണ്ണ ഹൃദയത്തോടെ അവിടുത്തെ തേടുന്നവർ ഭാഗ്യവാന്മാർ. അവർ തെറ്റു ചെയ്യുന്നില്ല, അവർ അവിടുത്തെ മാർഗത്തിൽ ചരിക്കുന്നു. കർത്താവേ, അങ്ങ് വാഴ്ത്തപ്പെടട്ടെ. ഭൂമിയിൽ ഞാനൊരു പരദേശിയാണ്. അങ്ങയുടെ കൽപ്പനകളെ എന്നിൽ നിന്ന് മറച്ചു വയ്ക്കരുതേ. അങ്ങയുടെ കൽപ്പനകൾക്ക് വേണ്ടിയുള്ള അഭിനിവേശം നിരന്തരം എന്നെ ദഹിപ്പിക്കുന്നു. അങ്ങയുടെ പ്രമാണങ്ങൾ വിട്ടു നടക്കുന്ന ശപിക്കപ്പെട്ട ധിക്കാരികളെ അവിടുന്ന് ശാസിക്കുന്നു. ഇതാ, അങ്ങയുടെ പ്രമാണങ്ങളെ ഞാൻ അഭിലഷിക്കുന്നു. കർത്താവെ, അങ്ങയുടെ വചനമനുസരിച്ച് ഈ ദാസന് അവിടുന്ന് നന്മ ചെയ്തിരിക്കുന്നു. അങ്ങയുടെ നിയമത്തിലാണ് എൻ്റെ ആനന്ദം. എത്ര കാലം ജീവിച്ചു എന്നതല്ല, എങ്ങനെ ജീവിച്ചു എന്നതാണ് സുപ്രധാനം. എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിവില്ല. എന്നാൽ ദൈവമഹത്വത്തിനായി എത്രയും ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പാപത്തേക്കാൾ ഭേദം മരണമെന്നുദ്ഘോഷിച്ച ആ 15 വയസ്സുകാരൻ, സൗമ്യ നക്ഷത്രം, വിശുദ്ധ ഡൊമിനിക് സാവിയോ നമുക്ക് പ്രചോദനമാകട്ടെ.